മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ PMAY ഗുണഭോക്താക്കളുടെ അർഹതാ മാനദണ്ഡങ്ങൾ പരിശോധിക്കുന്നതിനായിട്ടുള്ള പ്രത്യേക ഗ്രാമസഭ ചേർന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ഷാജി അധ്യക്ഷത വഹിച്ചു. മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുസമ്മ മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു. എന്തായാലും നല്ല രീതിയിൽ തന്നെ ഒരു അന്വേഷണം നടത്തി മാത്രമേ നമുക്കിത് കൊടുക്കാൻ പറ്റുകയുള്ളൂ. കാരണം വീടില്ലാതെ ഒരു ഗതിതരമില്ലാതെ കിടക്കുന്നവർ നമ്മുടെ വാർഡുകളിലുണ്ട്. നിങ്ങൾക്ക് മറ്റ് പഞ്ചായത്തുകളിൽ വീട് കിട്ടി ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താണെങ്കിലും നല്ല രീതിയിൽ തന്നെ നമ്മൾ പരിശോധിച്ചിട്ട് ഇത് കൊടുക്കുകയുള്ളൂ. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ സ്വയമായി തന്നെ അത് വേണ്ടെന്ന് വയ്ക്കണം. അർഹതപ്പെട്ടവർ നമ്മുടെ സഹോദരങ്ങളാണ്, അവർക്ക് ഇത് കൊടുക്കണം. ഒന്നാമതേ നമുക്ക് ഇത്രയും കാലമായിട്ട് നനഞ്ഞൊലിച്ച് കിടക്കുന്ന വീടുകളാണ് വാർഡുകളിൽ മിക്കതുള്ളത്. അവരെ സഹായിക്കുന്നതിനുള്ള കടമ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ആ രീതിയിലൂടെ നിങ്ങൾ സഹകരിക്കണമെന്ന് മാത്രം പറയുന്നു. നമുക്ക് നമ്മളെ പേര് വിളിക്കാം. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ കുഞ്ഞുങ്ങളിൽ ഒരു ഫോൺ നമ്പറുണ്ട്. ആ ഫോൺ പൂരിപ്പിച്ചുകൊണ്ട് ഫോൺ നമ്പർ നിർബന്ധമായിട്ട് എഴുതണം. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് അവസാനത്തെ 4 അക്ക നമ്പർ മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ ഫോൺ നമ്പർ വെച്ച് തന്നെങ്കിൽ മാത്രമേ നമുക്ക് ആളെ ഒന്ന് എഴുതി ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അഡ്രസ് എഴുതി നിങ്ങളുടെ ഫോമിനെ പൂരിപ്പിച്ചു തരാം. കൂടുതലായിട്ടും പറയാൻ നേരെ ഒരുപാട് വൈകി. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TJ ജോൺസൺ യോഗത്തിൽ സ്വാഗതം ആശംസിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ VT അയ്യൂബ് ഖാൻ, സിനിമോൾ തടത്തിൽ റോസമ്മ ജോൺ, അനീറ്റ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് സെക്രട്ടറി ഷാഹുൽ അഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിലെ 624ഓളം വരുന്ന PMAY ഗുണഭോക്താക്കളുടെ അർഹത പരിശോധിക്കുന്നതിനാണ് പ്രത്യേക ഗ്രാമസഭാ യോഗം വിളിച്ചു ചേർത്തത്. യോഗത്തിൽ പങ്കെടുത്ത ഗുണഭോക്താക്കളുമായി നേരിട്ട് ആശയവിനിമയം നടത്തുകയും അവരുടെ രേഖകൾ കൃത്യമായി പരിശോധിക്കുകയും ചെയ്തു. ഇതിലൂടെ തയ്യാറാക്കപ്പെട്ട അന്തിമ ഗുണഭോക്തൃ പട്ടിക തുടർ നടപടികൾക്കായി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് സമർപ്പിക്കും. ഫെസ്റ്റ് ന്യൂസ്, മുണ്ടക്കയം.